ഹലോ നമസ്കാരം. സന്തോഷ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികൾ BJPയുടെ NDAയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 4 കേരളത്തിലെത്തുന്നു. മാർച്ച് 29 കേരളത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ പ്രസംഗവും റോഡ് ഷോയും. ഇന്ത്യയുടെ കാശിയാണ് പാലക്കാട് ജില്ലയെന്നും പാലക്കാടിന് വേണ്ടി നിരവധി വികസന പദ്ധതികൾ BJPയുടെ NDA സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനും കേരളം മാറി മാറി ഭരിച്ച LDF UDF ഭരണം കേരളത്തെ കട്ടുമുടിച്ചെന്നും BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ കേരളത്തിൽ BJPയുടെ ഭരണം നിലവിൽ വന്നാൽ കൊള്ളകളെപ്പറ്റി അന്വേഷണം നടത്തുമെന്നും പ്രധാനമന്ത്രി. BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും BJPയുടെ കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. 3000 രൂപ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുമെന്നും 2500 രൂപയുടെ ഭക്ഷ്യ സുരക്ഷാ ആരോഗ്യ കാർഡും, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 2 LPG ഗ്യാസ് സിലിണ്ടർ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കുടിവെള്ള വിതരണം സൗജന്യം, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽ പദ്ധതി, കോഴിക്കോട് ജില്ല വരെ മെട്രോ റെയിൽ പദ്ധതി. കേരളത്തിലെ LDF സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടരുന്ന 10 വർഷത്തെ ഭരണം സർക്കാർ നടത്തിയ വികസന പദ്ധതികൾ 1 ലക്ഷം കോടിക്ക് മുകളിൽ വരുന്ന കിഫ്ബി വഴിയുള്ള വികസന പദ്ധതികൾ, റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും വൈദ്യുതി വിതരണം തടസ്സമില്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും നിരവധി കെട്ടിടങ്ങൾ, വീടുകൾ. കേരളത്തിൽ LDF ഗവൺമെൻറ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPയുടെ കേന്ദ്രങ്ങളിൽ LDFന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, SDPIയുടെ പിന്തുണയിൽ വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ ടീം UDF പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് VD സതീശന്റെ നേതൃത്വത്തിൽ MP മാർക്ക് സീറ്റ് നൽകാതെ കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്നും വനിതകൾക്ക് KSRTC ബസ്സിൽ യാത്ര സൗജന്യമാക്കുമെന്നും കേരളത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപയുടെ ഉയർത്തുമെന്നും ടീം UDFന്റെ പ്രകടന പത്രിക. കേരളത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും പ്രചാരണ പരിപാടിയിൽ. ഏപ്രിൽ 9 കേരളം വിധി എഴുതുമ്പോൾ മെയ് 4 റിസൾട്ട് അറിയും. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്